ടെക്നോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോ പോവ. ഈ ഫോൺ വരുന്നത് 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ടെക്നോ പോവയിൽ 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M2 അതുപോലെ റെഡ്മി 9 പ്രൈം ഇതുപോലുള്ള ഫോണുകളൊക്കെ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകളിലൊന്നും തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 215 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.4 mm ആണ്. പിന്നെ ഈ ഫോൺ 3 കളർ വേരിയൻസിലാണ് വരുന്നത്: ഡേസിൽ ബ്ലാക്ക്, മാജിക് ബ്ലൂ, പിന്നെ സ്പീഡ് പർപ്പിൾ. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4 GB റാം ആണ് കൊടുത്തിട്ടുള്ളത്. 6 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 4 GB റാമിൻ്റെ കൂടെ 64 GB ഇൻറ്റേർണലും 6 GB റാമിൻ്റെ കൂടെ 128 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം സ്പേസ്, ഗെയിം മോഡ്, അതുപോലെ തന്നെ ഗെയിം അസിസ്റ്റൻറ്റ് 2.0 ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ f1.85 അപ്പേർച്ചറിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നാലാമത് ഒരു AI ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. അതുമാത്രമല്ല ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബോക്സിൽ തന്നെ 18 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയ ബാറ്ററിയും അതിൻ്റെ കൂടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സാർ വാല്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.039 ആണ്. ബോഡി സാർ വാല്യൂ വരുന്നത് 1.145 ആണ്. പിന്നെ ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. പിന്നെ ഡിസംബർ 11 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ടെക്നോ പോവ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേ ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ M2 അതുപോലെ തന്നെ റെഡ്മി 9 പ്രൈം ഇതുപോലുള്ള ഫോണുകളൊക്കെ ഈ ഫോൺ കോമ്പറ്റീഷനായിട്ട് വരും. എന്തായാലും 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ടെക്നോ പോവ. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.